അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇരിക്ക്. എന്താ ഇപ്പൊ അവസ്ഥ? ഡയാലിസിസ് ഒക്കെ എത്ര നടക്കുന്നുണ്ട് ഇപ്പൊ? ആഴ്ചയിൽ 3 ഉണ്ട് തന്നെ. ഇൻഷാ അല്ലാ ബേജാറാവണ്ട, ഒക്കെ ഷിഫായിക്കോളും കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ വൈക്ക് ഞങ്ങളെ കണ്ട് എന്തെങ്കിലും ഒരു സഹായം മുനീറേ, മേശമ്പന്റെ പേഴ്സ് ഉണ്ട്, അതെടുത്താ. ഇതിപ്പോ ആൾക്കാർക്ക് മൊത്തം ഇപ്പൊ എന്താ പ്രശ്നം? ഒന്നാമത് നമ്മൾ ഈ ഭക്ഷണക്രമൊക്കെ തെറ്റി. ഡയറി സെന്ററിന്റെ എണ്ണ എത്ര കൂടിയത് ഇപ്പോ? തൽക്കാലം ഇപ്പൊ ഇത് വെച്ചോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാനും വരാനൊന്നും മടിക്കണ്ട. എന്നായിക്കോട്ടെ. അല്ലപ്പാ, നിങ്ങൾ ഈ പെരുന്നൂർക്ക് മോൾക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ തന്നാലോ? എന്തേ? അല്ല, ഓൾക്ക് വല്ല ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോവാലോ? റസാക്കേ, അടക്ക്. ദൂരം വെച്ചോ, ദൂരം വെച്ചോ കേട്ടോ. മുനികളെ, ആവശ്യക്കാരുടെ മുമ്പിൽ ഉപദേശം അത്ര നല്ലതല്ല. ഈ ഇപ്പൊ എന്താ 2-3 ദിവസമായിട്ട് എവിടെയും പോകാതെ ഇവിടെ അങ്ങനെ ഇരിക്കണ? പണിയൊന്നുമില്ലേ? അല്ല, ഞാൻ തന്നെ തിങ്കളാഴ്ച പോവാന്ന് വിചാരിച്ചു, സമയമുണ്ടല്ലോ. എന്നുവെച്ചൊരു കാര്യം മനസ്സിലായിക്കോ, ആരാന്റെ മുതലാ നമ്മളെ കയ്യിലുള്ളതൊക്കെ. അപ്പൊ നമ്മളതൊന്നും നമ്മളതല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുമ്പോ നമ്മൾ മുതലും കൊണ്ടുപോണ്ടേ? മുതലല്ല, സമയാണ് നമ്മൾ കളയാതെ കണ്ടത്. മനസ്സിലാണ്ട് എനിക്ക്? അതാ മേശം കൂടെ വെച്ചാ